ഹോസ്പിറ്റലിന് ചെക്കപ്പിന് പോയെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഉണ്ടായ ഭൂകമ്പം മറന്നിട്ടില്ലല്ലോ. ഇക്കാര്യം പറഞ്ഞ എന്താവും സ്ഥിതി? നീ ആരോടും പറയില്ല എന്ന് കരുതിയാ നിന്നോട് ഞാനിത് പറഞ്ഞത്. ചതിക്കല്ലേ വർഷേ. ചേച്ചി, അപ്പൊ സത്യം ആരും അറിയണ്ടേ? സത്യം കുറെ കാലം മറഞ്ഞിരിക്കില്ല വർഷേ. ഈ അറിഞ്ഞത് സത്യമാണെങ്കിൽ അതൊരു നാള് മറനീക്കി പുറത്തു വരും. എല്ലാവരും അറിയും. അതുവരെ നീ കാത്തിരിക്കുക. നീ ആരോടും പറയല്ലേ വർഷേ, എനിക്ക് വേണ്ടി പ്ലീസ്. ശരി, ഓക്കെ. ഞാൻ ആരോടും പറയില്ല, പേടിക്കണ്ട. പക്ഷേ നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ശ്രീകാന്തേ, സത്യം തന്നെയാ പറഞ്ഞേ. നീ കളിക്കല്ലേ. ഇത് വേറെ പ്രശ്നം പോലെ അല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ വെറുതെ കലഹം. ഞാൻ പറഞ്ഞത് സത്യമാ ശ്രീകാന്തേ. സെക്കൻഡ് ടൈം കൺസീവ് ആവോന്ന് നോക്കാൻ വേണ്ടിയാ ശ്രുതി ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോയത്. നിന്നോട് ആരാ പറഞ്ഞേ? അല്ല, അത് പറയ്. രേവതി ചേച്ചി എന്നോട് പറഞ്ഞ്. രേവതി എടുത്തിയെ പറഞ്ഞെങ്കിൽ അതിൽ സത്യം ഉണ്ടാവും. കാര്യം അറിയാതെ ഏട്ടത്തി ഒന്നും പറയില്ല. അപ്പൊ ഞാൻ കള്ളം പറയുന്ന ആളാണോ? ഇപ്പൊ അതല്ല മുഖ്യം. അപ്പോ ശ്രുതി എടുത്ത് മുമ്പ് കൺസീവ് ആയിട്ടുണ്ടല്ലേ? രണ്ടാമത്തെ തവണ കൺസീവ് ആവോന്ന് അറിയാനാ ചെക്കപ്പിന് പോയതെങ്കിലേ മുമ്പ് കൺസീവ് ആയി കാണുമല്ലോ. അല്ല, സുധിയേട്ട ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി സുധിയേട്ട ഇതൊന്നും അറിഞ്ഞു കാണത്തില്ലേ? ആകെ പ്രശ്നമില്ല. അവര് കൺസീവ് ആയത് സുധിയേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പായിരിക്കോ, അതോ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കോ? വിവാഹത്തിന് ശേഷമായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും അറിയില്ലേ? അപ്പോ വിവാഹത്തിന് മുമ്പ് അവര് കൺസീവ് ആയത്. അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായി കാണും, അല്ലെങ്കിൽ അവര് വിവാഹം കഴിച്ചു കാണും. എല്ലാം മറച്ചു വെച്ച് സുധിയേട്ടനെ കല്യാണം കഴിച്ചതും ആവാം. എന്റെ അമ്മ കണ്ടെത്തിയ മരുമകളാ ശ്രുതി എടുത്തി. അങ്ങനെങ്കിൽ അമ്മ അറിയാമായിരുന്നല്ലോ. ശ്രീകാന്തേ, എല്ലാം അറിയണമെന്നൊന്നും ഇല്ലല്ലോ. ശ്രീകാന്തേ, എന്തിനാ ഇതൊക്കെ ആലോചിച്ച് നമ്മൾ തല പുണ്ണാക്കുന്നേ? നമുക്കിത് ശ്രുതിച്ചോട് തന്നെ ചോദിക്കാം. എടി, നീ മണ്ടത്തരം കാണിക്കല്ലേ. അവരോട് ചോദിച്ചാൽ ഇവിടെ വലിയ പ്രശ്നം നടക്കും. ഓ, ഇത് തന്നെയാ രേവതി ചേച്ചിയും പറഞ്ഞ്. ഞാൻ ഇത് ആരോടും പറയരുതെന്ന് രേവതി ചേച്ചിയും പറഞ്ഞിരുന്നു. അല്ല, പിന്നെന്തിനാ നീ ഇത് എന്നോട് പറഞ്ഞേ? എനിക്കിത് മനസ്സിൽ നിക്കണ്ടേ ശ്രീകാന്തേ? ഓ, എന്റെ തലയിൽ ഒരു ബോംബ് വെച്ചതുപോലെയായിരുന്നു ഇത്രയും നേരം. ഞാൻ എന്തായാലും ഇപ്പൊ ഫ്രീ ആയി. ശ്രീകാന്തേ, നീ ഇതാരോടും പറയരുത് കേട്ടോ. അയ്യോ, ഇതിപ്പോ എന്റെ തലയിൽ ബോംബ് വെച്ച പോലെ ആയല്ലോ. ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? അയ്യോ, ആരോടും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ടെൻഷൻ കാരണം തലയിപ്പ് പൊട്ടിപ്പോവല്ലോ. ആരോടോ ഒന്ന് പറയുക, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അയ്യോ, ആരോടെങ്കിലും പറയണം. പറയണോ വേണ്ടേ? പറയാം. നീ പറഞ്ഞ സത്യമാണോ? ഓ, പിന്നെ സത്യേട്ടാ, പരമസത്യം. സത്യം തന്നെയാണോ? അതേട്ടാ, എത്ര പ്രാവശ്യം പറയുന്നു.
സത്യമായിട്ടും സത്യമാണോ? ഓ ശ്ശോ, എന്തൊരു കഷ്ടം ഇത്. സത്യമാണ് 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 പോരെ. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാല് രണ്ടാമതൊന്ന് പിറക്കുമെന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാ? കുഞ്ഞുണ്ടാവുന്ന ഉറപ്പല്ലേ? എടാ, എനിക്ക് സയൻസ് അറിയാത്തോണ്ട് ചോദിക്കുക. രണ്ടാമത് കുഞ്ഞുണ്ടാവാൻ വൈകുമ്പോ ടെസ്റ്റ് ചെയ്യുമല്ലോ, അത് സ്വാഭാവികമല്ലേ. ഓ, ഏട്ടാ അപ്പോ പാർലമെന്റെത്തി ഒരു കുഞ്ഞിന്റെ അമ്മയാണല്ലേ? ഏട്ടൻ എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഏട്ടനെ കിളിയെല്ലാം പോയാ എങ്ങനെ കിളി പോകാതിരിക്കും? ആരാ നിന്നോട് ഈ കാര്യം പറഞ്ഞേ? വർഷയാ പറഞ്ഞത്. ആ, ലേഡീസ് മാറ്റർ ലേഡീസ് കൃത്യയോട് പറയും. അപ്പൊ സത്യം തന്നെ. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് രേവതി പറഞ്ഞായിരുന്നു. പാർലമെന്റെത്തി ഒരു ഫ്രോഡാണെന്ന സിഗ്നൽ എനിക്ക് മുന്നേ കിട്ടിയിരുന്നതാ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏട്ടാ, ഇത് ആരോടും പറയരുതെന്ന് വർഷ എന്നോട് പറഞ്ഞതാ. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി, മനസ്സിൽ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞേ. പിന്നെ ഏട്ട ഇത് വേറെ ആരോടും പറയണ്ട കേട്ടോ. അഥവാ ഇനി പറയാണെന്നുണ്ടെങ്കിൽ അവരോടും പറയണം, വേറെ ആരോടും പറയരുതെന്ന്. അല്ല, സച്ചേട്ടൻ ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ ഏട്ടനെ കണ്ടിട്ട് അല്ല, ഒന്നും താങ്ങാൻ പറ്റാത്ത പോലെ. എല്ലാം ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. ഇതിപ്പോ എങ്ങനെയൊന്ന് ഒതുക്കി വയ്ക്കും? നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കേട്ടത് അച്ഛനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. കേട്ടപ്പോ എനിക്ക് ഷോക്കായി പോയച്ചാ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛ, പാർലമെന്റെത്തി ഒരു ഫ്രോഡാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നല്ലേ? അത് ശരിയാണെന്ന് മനസ്സിലായില്ലേ? ഒരു കുഞ്ഞിന്റെ അമ്മയെയാണ് എന്റെ അമ്മ കണ്ടെത്തി സുധിയെ കൊണ്ട് കെട്ടിച്ചത്. ഇപ്പൊ എന്തായി? നീ ഒരു വിഷയം അറിഞ്ഞാ അത് വീട്ടിലെല്ലാവരോടും പറയും മുന്നേ എന്നോടൊന്ന് പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വേറെ ആരോടും പറയാതെ അച്ഛനോട് വന്ന് പറഞ്ഞത്. ഇതൊരു ചെറിയ വിഷയമല്ല. അതെനിക്കറിയാച്ചാ, സുധിയുടെ ജീവിതം കൊണ്ടുള്ള കളിയാ. എന്താച്ചാ? നീ ഒന്ന് ഊതിക്കേ. എന്റെ പൊന്നച്ഛാ, ഞാൻ കുടിച്ചിട്ട് പറയുന്നൊന്നും അല്ല. കുടിച്ചിരുന്നെങ്കിൽ ഞാൻ അച്ഛനോട് ഒറ്റയ്ക്ക് പറയൂ. എല്ലാവരും മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കില്ലേ? അപ്പോ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് അവള് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയത് അല്ലേ? അങ്ങനെയാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അത് സത്യം തന്നെയായിരിക്കോ? പിന്നെ ചുമ്മാ ആരെങ്കിലും അങ്ങനെ പറയൂ? സത്യം തന്നെയാച്ചാ. ഇത് അമ്മയ്ക്കും അറിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പാർലമെന്റെത്തി അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളല്ലേ? അമ്മ അറിയാതിരിക്കല്ല അച്ഛാ. എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതാണോ ഇപ്പൊ മുഖ്യം? അച്ഛൻ ഇതിന് അതൊക്കെ അറിയുന്നേ. അച്ഛമ്മ പറയാറില്ലേ, പുകയുണ്ടെങ്കിൽ അവിടെ ഒരു അടുപ്പ് കാണുമെന്ന്. ഈ കേട്ടതൊക്കെ സത്യ. അച്ഛനിത് അവളോട് ചോദിക്കണം. ഞാനെങ്ങനെ ഇടത് അവളോട് ചോദിക്കാം? അതും ശരിയാ. അച്ഛനെങ്ങനെ അവളോട് ചോദിക്കും? ഇതങ്ങനെയുള്ള വിഷയമാണല്ലോ. അല്ല, എന്ന് വെച്ച് ഒന്നും അറിഞ്ഞില്ലാത്ത ഭാവത്തിൽ വിട്ടുകളയാൻ പറ്റുമോ? അച്ഛനൊന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യും. ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണോ ചന്ദ്രേ? ഞാൻ കേട്ടത് നിന്നോട് പറഞ്ഞതാ.
കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആകാറായിട്ടും കുഞ്ഞുണ്ടാവാത്തോണ്ടാ അവള് ചെക്കപ്പിന് പോയത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള ചെക്കപ്പിനാ പോയെന്നാ പറയുന്നേ. അപ്പോ അവൾക്ക് വേറൊരു കുഞ്ഞുണ്ടെന്നാണോ പറയുന്നേ? എന്നാണല്ലോ അതിന്റെ അർത്ഥം. ചന്ദ്രേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായിട്ട് അതിന് മറുപടി പറയണം. അറിയായിരുന്നോ നിനക്കത് മുന്നേ? രവിയേട്ടൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? വീടിന്റെ ആധാരം പണയം വെച്ചതും സുധി സ്വർണം വിറ്റതും അടക്കം എത്രയെത്ര കാര്യങ്ങൾ നീ എന്നോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ളേ. ഏയ്, എനിക്ക് നിന്നെ വിശ്വാസമില്ല, അതുകൊണ്ടാ ചോദിക്കുന്നേ. അതുപോലെയാണോ ഇത്? മറ്റു വിഷയം പോലെ അല്ലിത്, അതുകൊണ്ടാ ചോദിക്കുന്നേ. സത്യമായിട്ടും എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് മൂടി വെക്കുമായിരുന്നോ? ചെവിയേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തല പെരുക്കുക. എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. രവിയേട്ടനോട് ആരാ ഇത് പറഞ്ഞേ? അതെന്തിനാ നീ അറിയുന്നേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുധി ഉറപ്പായിട്ടും എന്നോട് പറയുമായിരുന്നു. ഇത് ആരോ കള്ളം പറഞ്ഞു പരത്തിയതാ. ഇനിയിപ്പോ സുധി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലോ? എന്ത് പറഞ്ഞാലും എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ സത്യമില്ല രവിയേട്ടാ. അല്ലെങ്കിൽ അത്രയും നല്ലത്. സത്യമാകാതിരിക്കട്ടെ എന്നാ ഞാനും പ്രാർത്ഥിക്കുന്നേ. പക്ഷേ സത്യമല്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അന്തരേ. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാ എന്നോടത് പറഞ്ഞത്. സത്യമാണോ കള്ളമാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ശ്രുതിയോട് ഇത് ചോദിച്ചിട്ട് എന്നെ കാര്യം. ചന്ദ്രേ, എടുത്തിയാടെ വേണ്ട, ഇപ്പൊ ചോദിക്കണ്ട. ചോദിക്കണം. പറയുന്നൊന്ന് കേക്ക്. എന്താ ചെയ്യാ? ഇപ്പൊ ചോദിക്കാതെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ചോദിക്കാ. ഏയ്, ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. എനിക്ക് സത്യം അറിയണം. വിട്. ചന്ദ്രേ, നീ പോ. ശ്രുതി. ചന്ദ്രേ, വേണ്ട. ശ്രുതി. ചന്ദ്രൻ, നീ എങ്ങോട്ട് എടുത്തിയാടി പോകുന്നേ? നീ അവിടെ വിട്. നില്ല്. വിടെന്നെ. ഇതാ നിന്നോടൊരു കാര്യം പറയാം. ശ്രുതി. ചന്ദ്രൻ, നില്ലേ. ശ്രുതി. ചന്ദ്ര ഇപ്പൊ ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിട്. പിന്നെ എപ്പോ ചോദിക്കാനാ? വിട്. ശ്രുതി. ശ്രുതി. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? നിന്റെ പേര് ശ്രുതി എന്നാണോ? എവിടെ അവള്? ശ്രുതി മുറിയിലുണ്ട്, അക്കൗണ്ട്സ് നോക്കുക. ശ്രുതി, ഇങ്ങ വന്നേ. ശ്രുതി. ചന്ദ്രൻ, നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞേ? രവി ഉണ്ടെന്ന് മാറി നിക്ക്. ചെന്ന പിന്നെ എന്തെങ്കിലോ? അമ്മേ, എന്താ പ്രശ്നം? മാറടാ. ശ്രുതി, നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അമ്മേ, എന്താ അമ്മേ ശ്രുതി. കാര്യം? എന്താ ആന്റി? വരാൻ. എന്താ അമ്മേ? എന്താ ആന്റി? എന്താടി ഇത്? എന്തൊക്കെയാ കേൾക്കുന്നേ? മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു പെണ്ണാണോ നീ? ശരിക്കും നീ ആരാ? അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണോ? അമ്മേ, ഇതാണ് ശ്രുതി, എന്റെ ഭാര്യ. അവന്റെ ഒരു ശ്രുതി. മാറടാ അങ്ങോട്ട്. ചന്ദ്രൻ, നീ ഒന്ന് ക്ഷമിക്കേ. ഇവിടെ സമാധാനല്ലേ ആവശ്യം? ക്ഷമിക്കാനോ? ഒരു സാധാരണ വിഷയമാണോ ഇത്? എന്റെ തല പൊട്ടിത്തെറിക്കാം. എന്താ ആന്റി കാര്യം? ആന്റി, നീ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും മറയ്ക്കാതെ സത്യസന്ധമായി മറുപടി പറയണം നീ. ഈശ്വര, ഞാൻ മറച്ചു വെച്ചതൊക്കെ ഇവരറിഞ്ഞു എന്നാ തോന്നുന്നേ. എന്താടി ആന്റി, ഇത് നിന്റെ 2ാം കല്യാണമാണോ? ആദ്യത്തെ കല്യാണത്തില് നിനക്കൊരു കുഞ്ഞുണ്ടോ? ശ്രുതി, പറയടി. അമ്മേ, അമ്മ എന്തൊക്കെയാ ഈ ചോദിക്കുന്നേ? എന്തു പറ്റി എന്റെ അമ്മയ്ക്ക്? മിണ്ടായിരടാ, ഞാൻ ചോദിക്കട്ടെ. ഡേ, നീ ഇതിനു മുന്നേ പ്രഗ്നന്റ് ആയിട്ടില്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ലേ? ഇല്ല ആന്റി, അത് പിന്നെ ഞാൻ കണ്ടെത്തി കൂട്ടിക്കൊണ്ടു വന്ന മരുമകളാ നീയാ. നിന്നെ തലയിലിരുത്തി ആടിയവളാ ഞാൻ. എന്നിൽ നിന്നും ഇനിയൊന്നും മറയ്ക്കാൻ നീ നോക്കണ്ട.
സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും. സത്യം പറയടി, നീ മുമ്പ് പ്രഗ്നന്റ് ആയിട്ടില്ലേ? ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ നീ? എന്താണ്ടി എല്ലാവരുടെ മുന്നേ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇന്ന് ഇവിടുത്തെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയിരുന്നോ? പോയിരുന്നോ ഇല്ലയോ? പോയി. എന്തിനാ നീ അവിടെ പോയത്? അത് കുഞ്ഞുണ്ടാകാൻ വൈകുന്നതിന് ചെക്കപ്പ് നടത്താൻ പോയതാ. രണ്ടാമതൊരു കുഞ്ഞുണ്ടാവാൻ വൈകുന്നതുകൊണ്ട് ചെക്കപ്പ് നടത്താൻ പോയിന്ന്. മുമ്പ് ഒരു തവണ നീ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അത് നീ ഡോക്ടറോട് പറഞ്ഞോ? എന്താടി മിണ്ടാ നിൽക്കുന്നേ? സത്യം പറഞ്ഞേ, നീ മുമ്പ് പ്രഗ്നന്റ് ആയിട്ടില്ലേ? ഒരു കുഞ്ഞിന്റെ അമ്മയല്ലേ നീ? പറയടി, പറ. ചന്ദ്രൻ, എന്താ ഇത്? ഇതൊക്കെ മുറിയിൽ പോയിട്ട് സ്വകാര്യമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ? ഞാൻ ചോദിക്കും, എല്ലാരും മുന്നിൽ വെച്ച് തന്നെ ചോദിക്കും. എനിക്ക് സത്യം അറിയണം. പറയടി, പറ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പറ. എന്താ നടന്നത് പറ. ഇത്രയും നാളും നീ ഞങ്ങളെ ചതിക്കായിരുന്നോ? എല്ലാം നിന്റെ അഭിനയായിരുന്നോ? പറയടി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയത്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ശ്രുതി, കരയാതെ. എന്താ ഉണ്ടായെന്ന് നീ ഒന്ന് പറ. എന്റെ വിധി ഓർത്ത ഞാൻ കരയുന്ന. ശ്രുതി, എന്റെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും നീ പറഞ്ഞിട്ടില്ല. ശരിയാ ആന്റി, രണ്ടാം തവണ കൺസീവ് ആകുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ ശ്രുതി, നീ എന്താ ഈ പറയുന്നേ? സത്യാസുതി, മുമ്പൊരു തവണ ഞാൻ കൺസീവ് ആയിരുന്നു. ശ്രുതി, എന്താ? നീ പ്രഗ്നന്റ് ആയത് സുധി നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് മുമ്പാണോ അതോ ശേഷമാണോ? എന്തൊരു ചോദ്യം ആന്റി ഇത്. സുധിയേട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം ശ്രുതി ചേച്ചി പ്രഗ്നന്റ് ആയിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നിന്റെ രണ്ടാം കെട്ടാണല്ലേ? നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണല്ലേ?